Hello, welcome to Xylem Jee main channel. 2022 June 27th നടന്ന JEE main examന്റെ question answer discussion ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് SHIFT-1 ആണ്, section B ആണ് നമ്മൾ ചെയ്യുന്നത്. Section A already വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. Section B യിൽ 10 questions ആണ് all together ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. In a Carnot engine, temperature of the reservoir is 527 degrees Celsius and that of the sink is 200 Kelvin. If the work done by the engine when it transfers a heat from reservoir to sink is 12,000 kilojoule, the quantity of heat absorbed by the engine from the reservoir is. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും രണ്ടാമത്തെ ടെമ്പറേച്ചർ കെൽവിനുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എഞ്ചിൻ ഫ്രം ദ റിസർവോയർ എന്ന് പറഞ്ഞാൽ Q1 നമുക്ക് കണ്ടുപിടിക്കണം. കർണോട്ട് എഞ്ചിന്റെ കേസിൽ നമുക്ക് Q1 by Q2 എന്നത് T1 by T2 എന്ന് എഴുതാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Q1 by Q2 is equal to T1 by T2. ഇവിടെ Q2 നമുക്ക് അറിയില്ല, Q1 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ Q2ന് പകരം നമുക്ക് എന്ത് എഴുതാം? Q1 minus W എന്ന് എഴുതാം. ഫ്രം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഈസ് ഈക്വൽ ടു T1 by T2. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. Q1 എനിക്കറിയില്ല, അതുകൊണ്ട് Q1 തന്നെ എഴുതി. Q1 minus W, work done is given 12,000 kilojoule എന്ന് തന്നിട്ടുണ്ട്. Therefore let me write 12,000 is equal to T1 എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്, കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 800 കെൽവിൻ എന്ന് കിട്ടി. T2 ഓൾറെഡി കെൽവിനാണ്, ഒന്നും ചെയ്യാനില്ല, അതുപോലെ എഴുതുക 200. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് 4 എന്ന് വന്നു. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4Q1 minus 4 into 12 48,000 is equal to 1 into Q1. Q1 എന്ന് വന്നു. അങ്ങനെ നമുക്ക് 3Q1 is equal to 48,000 എന്ന് വന്നു. 48,000. Q1 വേണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 16,000 എന്ന് വന്നു. പക്ഷെ യൂണിറ്റ് എന്താ? കിലോ ജൂൾ ആണ്. കിലോ ജൂൾ. കാരണം നമ്മൾ വർക്ക് ഡൺ കിലോ ജൂളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് Q1 കിലോ ജൂളിലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ജൂളിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം. Q1 ഈസ് ഈക്വൽ ടു ഈ 16,000 ഒരു 3 സീറോസും കിലോ ജൂളിന്റെ ഒരു 3 കൂടെ എടുക്കുകയാണെങ്കിൽ 10⁻6 ജൂൾ എന്ന് എഴുതാം. 16 into 10⁻6. Therefore the answer is 16. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ. A 220 volt 500 hertz AC source is connected to 25 volt 5 watt lamp and an additional resistance R is in series as shown in the figure. To turn the lamp at peak brightness, then value of R is. Peak brightness il ഈ ലാമ്പ് വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലാമ്പിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം? റേറ്റഡ് പൊട്ടൻഷ്യൽ ആയിരിക്കണം. 25 വോൾട്ട് ആയിരിക്കണം. 25 വോൾട്ട് ലാമ്പിന് അക്രോസ് ആണെങ്കിൽ ബാക്കി 220ൽ ബാക്കി ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും ഡ്രോപ്പ് ആകുക. അപ്പം ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടി. 220ൽ നിന്ന് 25 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 195 വോൾട്ട് എന്ന് കിട്ടി. അപ്പോ ഈ സർക്യൂട്ടിലെ കറണ്ടും ഇനിയും കണ്ടുപിടിക്കുക. എങ്ങനെ ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കുക? കറണ്ട് കണ്ടുപിടിക്കാൻ പവർ ഓഫ് ദ ലാമ്പ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ അക്രോസ് ദ ലാമ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് V into I ആണല്ലോ. അതിൽ നിന്ന് I is equal to P by V എന്ന് എഴുതാം. P by V. V എത്രയാ? ലാമ്പിന്റെ പവർ 5. V എത്രയാ? ലാമ്പിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 25. അങ്ങനെ കറണ്ട് 1/5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഈ റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്കറിയാം 1/5 ആംപിയർ ആണ്. ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ 195 ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓംസ് ലോ അപ്ലൈ ചെയ്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R is equal to V by I ചെയ്താൽ മതി. V is the potential drop across the resistor. I is the current flowing through the resistor. Therefore R is equal to 195 divided by 1/5. 5 goes up. Therefore you will get 195 into 5 എന്ന് വന്നു. അത് എത്ര കിട്ടു? 5 25 5. ഓക്കെ. 2 ശിഷ്ടമുണ്ട്. 9 5 45, 2 47, 4 ഉണ്ട്. 1 5 5 4 9. അപ്പം 975 ഓം എന്ന് ആൻസർ കിട്ടി. വാട്ട് ഷുഡ് യു റൈറ്റ്? 975 എന്ന ആൻസർ കൊടുക്കണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ. In young double slit experiment, the two slits are
0.6 millimeter distance apart. Interference pattern is observed on the screen at a distance 80 centimeter from the slit. First dark fringe is observed on the screen directly opposite to one of the slits. The wavelength of the light will be. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ separation between the slit is much less than the distance of the screen from the slit. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഡെൽറ്റ എക്സ് പാത്ത് ഡിഫറൻസ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിന് എത്രയായിരിക്കണം? λ/2 ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് ഡാർക്കിന് λ/2. ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം. ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു λ/2. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ പ്രകാരം സൈൻ തീറ്റയ്ക്ക് ടാൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഡി ഇൻറ്റു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു λ/2. ഇനി ടാൻ തീറ്റ നിങ്ങൾക്ക് ജിയോമെട്രി പ്രകാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടാൻ ഓഫ് ദ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു y/d എന്ന് എഴുതാം. y/d. അപ്പോൾ ഡി ഇൻറ്റു y/d ഈസ് ഈക്വൽ ടു λ/2 എന്ന് കിട്ടി. ഇനി എന്താ ഈ y? ഈ ഫസ്റ്റ് ഡാർക്ക് എവിടെയാ ഉണ്ടായെന്നാ പറയുന്നത്? ഫസ്റ്റ് സ്ലിറ്റിന്റെ മുമ്പിലാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ d/2 ആണ് y എന്ന് പറയുന്നത് അല്ലേ? വെരി ഒബിയസ് ഇറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു d/2. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? d²/2d ഈസ് ഈക്വൽ ടു λ/2 എന്ന് കിട്ടി. 2 വെട്ടിക്കളയാം. എന്നിട്ട് λ ഈസ് ഈക്വൽ ടു d²/d എന്ന് എഴുതാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. d² എന്ന് പറഞ്ഞാൽ 0.6ന്റെ 6 ഇൻറ്റു 10⁻³ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി. അത് ഏത് യൂണിറ്റിലാണ് ഉള്ളത്? സെന്റിമീറ്ററിലാണ് ഉള്ളത്. മീറ്ററിലേക്ക് മാറ്റണം. 80 ഇൻറ്റു 10⁻². അപ്പോ 0.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.36 ആണ്. ലെറ്റ് മീ ബോറോ 2 more zeros ഫ്രം there. അപ്പോൾ നമുക്ക് 36 ഇൻറ്റു 10⁻⁻8 എന്ന് വന്നു. then divided by 8 into 10⁻⁻1 എന്ന് വന്നു. അങ്ങനെ നമുക്ക് ഇത് 36/8 എന്ന് പറഞ്ഞാൽ 4 8s are 4.5 into 10⁻⁻7 മീറ്റർ എന്ന് വന്നു. പക്ഷെ നമുക്ക് നാനോമീറ്ററിലാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 zeros കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 450 ഇൻറ്റു 10⁻⁻9 മീറ്റർ എന്ന് എഴുതാം. അങ്ങനെ നോക്കുക. 450 നാനോമീറ്റർ ആണ് ഇതല്ലേ? അപ്പൊ ആൻസർ 450 നാനോമീറ്റർ എന്ന് എഴുതാം. 450 നാനോമീറ്റർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് യൂസ്ഡ് ടു എക്സൈറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ലിത്തിയം, doubly ionized lithium, from the first orbit to the third orbit. Okay. The wavelength of the monochromatic light is found to be x into 10⁻⁻10 meter. The value of x is, okay. Actually ഇവിടെ സംഭവിച്ചത് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് തേർഡിലേക്കാണ്. n is equal to 1ൽ നിന്ന് n is equal to 3ലേക്കാണ് മൈഗ്രേഷൻ സംഭവിച്ചിട്ടുള്ളത്. when light ray is absorbed. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡി എക്സൈറ്റേഷൻ എടുക്കുന്നു. ഡി എക്സൈറ്റേഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? 3ൽ നിന്ന് 1ലേക്കാണ്. അപ്പോൾ 1ൽ നിന്ന് 3ലേക്ക് പോകാൻ വേണ്ടി ഏത് റേഡിയേഷൻ ആണോ, ഏത് വേവ് ലെങ്ത് ആണോ അബ്സോർവ് ചെയ്തത്, അതേ വേവ് ലെങ്ത് ആയിരിക്കും 3ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 1/λ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. z² r ഇൻറ്റു 1/1² which is equal to 1 minus 1/3² which is equal to 9. ഓക്കെ. ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ 3ൽ നിന്ന് 1ലേക്കുള്ള ഡി എക്സൈറ്റേഷൻ എടുത്തു. അപ്പോൾ പുറപ്പെടുവിക്കുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ഏതോ അതാണ് 1ൽ നിന്ന് 3ലേക്കുള്ള എക്സൈറ്റേഷനിൽ അത് അബ്സോർവ് ചെയ്യുന്ന റേഡിയേഷനും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനും ഒരേ സാധനമായിരിക്കും, ഒരേ വേവ് ലെങ്ത് ആയിരിക്കും. Therefore 1/λ is equal to z² എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9 r 1 minus 9 minus 1 8/9 എന്ന് വന്നു. അങ്ങനെ λ is equal to 1/8r എന്ന് വന്നു. ആറിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1/8 ഇൻറ്റു ആറിന്റെ വാല്യൂ നിയർലി അബൌട്ട് 1.09 ഇൻറ്റു 10⁻7 ആണ്. 1.09 ഇൻറ്റു 10⁻7. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ യു മേ ഗെറ്റ്
വാട്ട് ഇത് നമുക്ക് 1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ റൈറ്റ്. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 10 to the minus 10 ഉള്ളത്. അപ്പോൾ 10 to the minus 7 ആയി. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ, let me write it like that, 1000 divided by 8 into 1.09 into 10 to the minus 10 എന്ന് എഴുതാം. ഇത് ഒരു 3 സീറോസ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു 3 സീറോസ് എടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡും ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 114 into 10 to the power minus 10 meter എന്ന് കിട്ടും. 114 into 10 to the minus 10. Therefore, what you have to write is 114. ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നോക്കൂ. A shell shunted with 8 ohm resistance is balanced across a potentiometer wire of length 3 meter. Okay. 8 ohm ഷണ്ട് ചെയ്തപ്പോൾ ബാലൻസിങ് ലെങ്ത് എത്രയാണ്? 3 മീറ്റർ ആണ്. ഇനി നോക്കൂ, ബാലൻസിങ് ലെങ്ത് 2 മീറ്റർ ആയി എപ്പോഴാ? 2 ohm റെസിസ്റ്റൻസ് കൊണ്ട് ഷണ്ട് ചെയ്തപ്പോൾ. വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഷെൽ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ V is the potential drop across the terminal എന്ന് പറഞ്ഞാൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് E മൈനസ് IR ആണെന്നുള്ള കാര്യം നമുക്കറിയാം. E മൈനസ് IR. ഇവിടെ 2 V തന്നിട്ടുണ്ട്. V1 ഉണ്ട്, V2 ഉണ്ട് അല്ലേ? V1 ഉം V2 ഉം നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം V1 by V2 എന്ന് പറയുന്നത് ബാലൻസിങ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ L1 by L2 ആയിരിക്കണം. ഇനി ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാ. V1ന്റെ ഇക്വേഷൻ എന്താണ്? V1 ഈസ് ഈക്വൽ ടു E മൈനസ് I എന്നുള്ള I1, ആറിന് മാറ്റമില്ല, R, E മൈനസ് I1 R. I1 എന്ന് പറയുന്നത് എന്താ? E മൈനസ് അതുപോലെ തന്നെ എഴുതി. I1 എന്ന് പറയുന്നത് E ബൈ R പ്ലസ് R, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പെർ ഇന്റേണൽ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാ? 8 പ്ലസ് R. പിന്നെ I1 R-ന്റെ ഒരു R മുകളിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതുപോലെ V2 ഞാൻ എഴുതാൻ പോവുകയാണ്. E മൈനസ് EMF ഓഫ് സെയിം സെല്ലാണ്, അതുകൊണ്ട് E തന്നെ എഴുതണം. E മൈനസ് അപ്പോഴത്തെ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, കാരണം നിങ്ങൾ ഷണ്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് I2 ഇന്റേണൽ റെസിസ്റ്റൻസ് അത് തന്നെയാണ്, R തന്നെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു E മൈനസ് ER ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 4 ആണ്. 4 പ്ലസ് R ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി ഞാൻ V1 ബൈ V2 ചെയ്യാൻ പോവുകയാണ്. V1 ബൈ V2 ചെയ്യുമ്പം ഈ എല്ലാ ടൈമിൽ നിന്നും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എല്ലാ ടൈമിലും E ഉണ്ട്. എന്നിട്ട് LCM എടുക്കുക. E1 ബൈ E2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ 8 പ്ലസ് R മൈനസ് R. അപ്പോൾ മുകളിൽ 8 വന്നു, താഴെ 8 പ്ലസ് R. ഇനി റെസിപ്രോക്കൽ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഡിവിഷന് പകരം ഐ ആം മേക്കിംഗ് ഇറ്റ് ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദ റെസിപ്രോക്കൽ. മുകളിൽ എന്ത് വരും? 4 പ്ലസ് R വരും. താഴെ എന്താ വരുന്നത്? 4 R പോയാൽ 4 വന്നു. ഇനി നമുക്കറിയാം V1 ബൈ V2 എന്ന് പറഞ്ഞാൽ L1 ബൈ L2 ഈക്വൽ ആണ്. L1 3 ആണ്, L2 2 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 3 ബൈ 2 എന്ന് എഴുതാം. 3 ബൈ 2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട്, അല്ലെങ്കിൽ 2 ഇൻറ്റു 4 പ്ലസ് R എന്ന് പറയുന്നത് 8 പ്ലസ് 2R ഡിവൈഡഡ് ബൈ ഇവിടെ 8 പ്ലസ് R. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെറ്റ് us കണ്ടിന്യൂ ഹിയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 പ്ലസ് 3R ഈസ് ഈക്വൽ ടു 2 16 പ്ലസ് 4R. ഇനി 4R അപ്പുറത്തേക്ക് 3R കൊണ്ടുവരികയാണ്. R ഈസ് ഈക്വൽ ടു 24 മൈനസ് 16 എന്ന് കിട്ടി. R ഈസ് ഈക്വൽ ടു 8 ohm എന്ന് കിട്ടി ആൻസർ. Therefore, you have to write the answer 8 ohm. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 6th ക്വസ്റ്റ്യൻ നോക്കൂ. The current density in a cylindrical wire of radius 4 millimeter is 4 into 10 to the 6 ampere meter into the excuse me. Then the current through the outer portion of the wire between the radial distance R by 2 and R. മനസ്സിലായോ? കറണ്ട് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, നിങ്ങൾ എവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കണം? R by 2ഉം R ഉം അല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കറണ്ട് ഈ ഏരിയയിലെയാണ്, ഷെയ്ഡഡ് ഏരിയയിലെ കറണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ? കറണ്ട് ഡെൻസിറ്റിയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
കറണ്ട് ഡെൻസിറ്റിയെ ടോട്ടൽ കറണ്ട് കിട്ടണമെങ്കിൽ ഏരിയയെ എന്ത് ചെയ്യണം? കറണ്ട് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പൈ ആർ സ്ക്വയറിൽ നിന്ന് എന്ത് കുറയ്ക്കുക? പൈ ആർ ബൈ 2 ഹോൾ സ്ക്വയർ കുറയ്ക്കുക. ആർ ബൈ 2 ഹോൾ സ്ക്വയർ. അങ്ങനെയാണല്ലോ ആ ഏരിയ കിട്ടുക. അതിനെ എന്ത് ചെയ്യണം? കറണ്ട് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് പൈ ആർ സ്ക്വയർ കോമൺ എടുക്കാം. പൈ ആർ സ്ക്വയർ കോമൺ ഔട്ട് ചെയ്തു. പിന്നെ ഇത് 1/4. 1 മൈനസ് 1/4. ദിസ് ഈസ് 3/4. പിന്നെ ഒരു ജെ ഉണ്ട്, അത് കളയാൻ പാടില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. 3/4 പൈ ആർ സ്ക്വയർ എന്നുള്ള എന്താണ് കുട്ടികളെ? 4 × 10⁻⁴. ആർ എന്ന് പറഞ്ഞാൽ 4 മില്ലിമീറ്റർ ആണ്. അതിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16. മില്ലിമീറ്ററിനെ സ്ക്വയർ ചെയ്യുമ്പോൾ -6 എന്നായി. ഇനി ആർ സ്ക്വയർ എഴുതി, പൈ എഴുതി. പിന്നെ ജെയുടെ വാല്യൂ 4 × 10⁻⁻6 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4ഉം 4ഉം വെട്ടിക്കളയാം. 10⁻⁻. 36 × 3 16 × 3 30 48 48 പൈ എന്ന് കിട്ടിയ ആൻസർ. 48 പൈ ആംപിയർ. ദാറ്റ്സ് ആൻസർ. യു ഹാവ് ടു റൈറ്റ് ഹിയർ 48. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ നോക്കൂ. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 50 മൈക്രോഫാരഡ് ഈസ് ചാർജ്ഡ് ബൈ 100 വോൾട്ട് സോഴ്സ്. ഇറ്റ് ഈസ് then connected to another uncharged identical capacitor. Electrostatic energy loss in the process. നിങ്ങൾക്കറിയാം, ഷെയറിംഗ് ഓഫ് ചാർജിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ്? C1 എന്ന് പറയുന്നത് സി തന്നെയാണ്, ഐഡന്റിക്കൽ കപ്പാസിറ്റർ. C2വിനും സി എടുക്കാം. V1 എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ്, അല്ലേ? V2 എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് അൺചാർജ്ഡ് കപ്പാസിറ്റർ. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടി? ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 ബൈ C2 എന്നുള്ളത് C/2 എന്ന് കിട്ടി. ബിക്കോസ് C1നും C2നും സി കൊടുത്ത് നോക്കൂ. C/2 എന്ന് കിട്ടി. ഇൻറ്റു V സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4 CV സ്ക്വയർ ആണ്. CV സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. 1/4 C എത്രയാണ്? 50 പൈക്കോ ആണ്. 50 × 10⁻⁻12. V സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ, വിച്ച് ഈസ് 10⁻⁴. അപ്പോൾ ഇത് നമുക്ക് 100 ഡിവൈഡ് ബൈ 8 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 50 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടി? 5ൽ ഒരു 4, പിന്നെ 10ൽ 2, അങ്ങനെ 12.5 ഇൻറ്റു 10⁻⁻8 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് നാനോ ജൂളിലാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡും ചെയ്യുന്നു. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 ആയി. 10⁻�8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ബൈ 10⁻�9 ആയി. അപ്പൊ ഇത് ഇത്ര ജൂളെന്ന് കിട്ടി. അത് നമുക്ക് 125 നാനോ ജൂൾ എന്ന് എഴുതാം. 125 നാനോ ജൂൾ. Therefore here you have to write 125. അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കൂ. Height of a transmitting antenna at the top of a tower is 25 meter and that of receiving antenna is 49 meter. Maximum distance between them for satisfactory communication in line of sight mode is k √5 × 10⁻² meter. The value of k എത്ര? റേഡിയസ് ഓഫ് ദ എർത്ത് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം മാക്സിമം ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? Dmax. മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആന്റിന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് ആന്റിനാസ് ഫോർ സാറ്റിസ്ഫാക്ടറി കമ്മ്യൂണിക്കേഷൻ √2RHT പ്ലസ് √2RHR. ഇനി √2 ഞാൻ കോമൺ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നിന്ന് √2 അല്ല √2R ഞാൻ കോമൺ ഔട്ട് ചെയ്യാം. ബാക്കിയുള്ളത് √HT പ്ലസ് √HR. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. നോക്കൂ, √2R എന്ന് പറയുന്നത് 64 × 10⁵ ആണ്. മൾട്ടിപ്ലൈഡ് ബൈ √25 വിച്ച് ഈസ് 5 പ്ലസ് √49. √49 ഈസ് നത്തിങ് ബട്ട് 7. അങ്ങനെ നമുക്ക് ഈ 84ന്റെ 8 പുറത്തെടുക്കാം. ഇത് 8 × 12 ×
12 ഇൻറ്റു 8 ഇൻറ്റു 10⁻². എടുത്തു. പിന്നെ ബാക്കിയുള്ള എന്താ √20 എന്ന് കിട്ടി. ഇസ് ഇറ്റ് കറക്റ്റ്? 12 8 പുറത്തെടുത്തു 2. ഓക്കെ. √80 നമുക്ക് എന്ത് ചെയ്യാം? 2√5 എന്ന് എഴുതാം. 2√5. അങ്ങനെ നമുക്കിതിനെ 12 ഇൻറ്റു 8 ഇൻറ്റു 2 ഇൻറ്റു 10⁻² ഇൻറ്റു √5 എന്ന് എഴുതാം. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 12 8s are 96 ഇൻറ്റു 2. 96 ഇൻറ്റു 2 96 പ്ലസ് 96 ഇല്ലേ? 18 19 120 192 ഇൻറ്റു 10⁻² ഇൻറ്റു √5. അപ്പൊ k √5 ഇൻറ്റു 10⁻² എന്നാ കെയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കിയേ നിങ്ങൾ. ഈ കെയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് 192 അല്ലേ? നോക്കിയേ 192. Therefore, you have to write the answer 192. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം പോവുകയാണ്. നോക്കൂ. The area of cross section of a large tank is 0.5 meter square. It has a narrow opening near the bottom having area of cross section 1 centimeter square. A load of 25 kg is applied on the water at the bottom of the tank. Neglecting the speed of water in the tank, the velocity of water coming out of the opening at the time when the height of the level in the tank is 40 centimeter above the bottom. Okay. ഇത് വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണെന്നാണ് പറയുന്നത്. ഇത് വൈഡ് ബോട്ടം ടാങ്ക് ആണ്. അപ്പം ഇവിടെ വാട്ടറിന്റെ വെലോസിറ്റി നിലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടുത്തെ വെലോസിറ്റി മാത്രം നിങ്ങൾ കരുതിയാൽ മതി എന്നാണ് പറയുന്നത്. ആ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? 2 പോയിന്റ്, ഈ സ്ട്രീം ലൈനിൽ 2 പോയിന്റുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇത് പോയിന്റ് നമ്പർ 1, ഇത് പോയിന്റ് നമ്പർ 2. അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി പോയിന്റ് നമ്പർ 1. ലെറ്റ് മീ ബോട്ടം മോസ്റ്റ് പോയിന്റ് നമ്പർ 1 ഞാൻ എടുക്കുകയാണ്. ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്പർ 2 എടുക്കുകയാണ്. ഒരു സ്ട്രീം ലൈനിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സം ഓഫ് 3 എനർജി കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? P1 പ്ലസ് ρg H1 ρg H1 പ്ലസ് ഹാഫ് ρV1 സ്ക്വയർ. അത് ഫസ്റ്റ് പോയിന്റിന്റെ കാര്യം ഞാൻ എഴുതി. ഇത് തന്നെയായിരിക്കും സെക്കൻഡ് പോയിന്റിലും. അപ്പൊ അതെങ്ങനെ എഴുതണം? P2 അവിടുത്തെ പ്രഷർ P2 ആണെന്ന് വിചാരിക്കുക, പ്ലസ് ρg H2 പ്ലസ് ഹാഫ് ρV2 സ്ക്വയർ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ H1 0 എന്ന് പറഞ്ഞാൽ ഇത് ഹൈറ്റ് 0 ആയിട്ട് ഞാൻ എടുത്തു. ഹൈറ്റ് 0 ആണ്. ആ ഹോളുള്ള ലെവൽ ഞാൻ h=0 എന്ന് എടുത്തു. അപ്പൊ H1 എന്നുള്ള ടേം 0 ആവും. V2 നിഗ്ലക്ട് ചെയ്യാനാ പറഞ്ഞത്. വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദ ടോപ്പ്. ഇവിടുത്തെ വെലോസിറ്റി നിഗ്ലക്ട് ചെയ്യാനാ പറഞ്ഞത്. അവിടെ വെലോസിറ്റി ഉണ്ടാവും, പക്ഷെ അത് വളരെ ചെറിയ വെലോസിറ്റി ആയിരിക്കും. കാരണം എന്താ? A1 V1 = A2 V2 നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ വലിയ ഏരിയയാണ്. ഏരിയ കൂടുതലുള്ളിടത്ത് വെലോസിറ്റി തീരെ കുറവായിരിക്കും. ദെയർഫോർ ഇതും നമ്മൾ 0 ആക്കി കരുതി. ഇനി P1 എന്ന് പറയുന്നത് എന്താ? ഈ പോയിന്റിലെ പ്രഷർ ഇല്ലേ? ദാറ്റ് ഈസ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ. Therefore, P1-ന് P0 എന്ന് എഴുതുക. അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഹാഫ് ρV1 എന്നുള്ളത് ഞാൻ V എന്ന് എടുത്തു. V സ്ക്വയർ. ആ V ആണ് എനിക്ക് വേണ്ടത്. P2 എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ ആൻഡ് there is a weight sitting. അപ്പൊ P0 പ്ലസ് വെയിറ്റ് ഓഫ് ദ തിങ്, അത് വെയിറ്റ് W ആണെന്ന് വിചാരിക്കുക. പ്രഷറിലെ വെയിറ്റ് ബൈ ഏരിയ. അപ്പൊ അവിടുത്തെ പ്രഷർ P0 പ്ലസ് വെയിറ്റ് ഡിവൈഡ് ബൈ ഏരിയ പ്ലസ് ρg H2-നെ ഞാൻ H എന്ന് വിളിക്കുന്നു. H is given in your question. This H is given in your question. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ P0 രണ്ട് സൈഡിലുണ്ട്. ദാറ്റ് ക്യാൻ ബി ക്യാൻസൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ. ഹാഫ് അതുപോലെ തന്നെ എഴുതി. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. 10⁻³ എന്ന് എഴുതി. 1000-ന് V സ്ക്വയർ = W. വെയിറ്റ് എത്രയാ? 25 kg. മാസാണ് 25 kg. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 250 ആണ്. 250 ന്യൂട്ടൺ ഡിവൈഡ് ബൈ ഏരിയ എത്രയാണ്? 0.5 മീറ്റർ സ്ക്വയർ. 0.5 പ്ലസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 10⁻³ G 10 എടുക്കാനാണ് പറഞ്ഞത്. H എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. അത് 0.4 എന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇവിടെ 10⁻³ V സ്ക്വയർ
ഈസ് ഈക്വൽ ടു ഇത് 250 ഡിവൈഡ് ബൈ 0.5 500 ഓൾറെഡി ഉണ്ട്. 2 കൊണ്ട് ത്രൂ ഔട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1000 വന്നു. 10 to the power 3 പ്ലസ് 10 to the power 3 ഇൻറ്റു 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ 0.4 എന്നുള്ള 0.8 ആയിട്ടുണ്ട്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ ഓൾറെഡി ഒരു 10 ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായി? 8 എന്നായി. ഇങ്ങനെ ചെയ്യാൻ കാരണം 10 to the power 3 എനിക്ക് എല്ലായിടത്തും നിന്നും വെട്ടിക്കളയാം. അങ്ങനെ v² ഈസ് ഈക്വൽ ടു 1 പ്ലസ് 8 9 എന്ന് കിട്ടി. എനിക്ക് v ആണ് വേണ്ടത്. v എന്ന് പറഞ്ഞാൽ √9 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ വെലോസിറ്റി ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ദിസ് ഓപ്പണിംഗ് ഈസ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 3 എന്ന് ആൻസർ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, എ പെൻഡുലം ഓഫ് ലെങ്ത് 2 meter കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ബോബ് ഓഫ് റേഡിയസ് 50 gram. A bullet of mass 75 gram is fired towards the stationary bob with speed v. The bullet emerges out of the bob with speed v by 3 and the bob just completes the vertical circle. The value of v. Bob just complete vertical circle എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി √5 gr ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉടനെ. ഓക്കെ, ബോബിന്റെ വെലോസിറ്റി എത്രയാണ്? √5 gr. ഈ ബുള്ളറ്റിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? വന്ന് തറയ്ക്കുന്നതിന് മുമ്പ് v, വന്ന് തറച്ച് പുറത്തു പോയി കഴിയുമ്പോൾ v by 3. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിന്റെ മാസും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മൊമെന്റം കൺസർവേഷൻ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് v കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? മൊമെന്റം ബിഫോർ ഹിറ്റിംഗ് എത്രയായിരുന്നു? മാസ് ഇൻറ്റു മാസ് 75 ആണ്. 75 ഇൻറ്റു v വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് v ഈസ് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് ഇതിനും വെലോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ മൊമെന്റം ഉണ്ട്, ബുള്ളറ്റിനും മൊമെന്റം ഉണ്ട്. ബോബിന്റെ മൊമെന്റം എത്രയാണ്? അതിന്റെ മാസ് 50, അതിന്റെ വെലോസിറ്റി എത്രയാ? √5 gr ആണ് വെലോസിറ്റി. പ്ലസ് ഒരെണ്ണത്തിന്റെ വെലോസിറ്റി എഴുതി, മൊമെന്റം എഴുതി, രണ്ടാമത്തേന്റെ മൊമെന്റം എഴുതണം. മാസ് 75, എന്റെ വെലോസിറ്റി എത്രയാ? v by 3 എന്നാ പറഞ്ഞത്, v by 3. ഇനി ഇതിനെ 25 കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, ചെറുതാക്കാൻ പോവുക. അപ്പൊ ഇവിടെ 3v വന്നു, അവിടെ 2 ഇൻറ്റു √5 gr വന്നു, പ്ലസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 അല്ല 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു v by 3 എന്ന് വരും. ദാറ്റ് ഈസ് ജസ്റ്റ് v. ആ v ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2v ഈസ് ഈക്വൽ ടു 2√5 gr എന്ന് വന്നു. എനിക്ക് v ആണ് വേണ്ടത്. v ഈസ് ഈക്വൽ ടു √5 gr. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √5 അതുപോലെ എഴുതി. g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. r എത്രയാ? 2 എന്ന് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? ലെങ്ത് ഓഫ് ദ ബോബ് അല്ലെ ലെങ്ത് ഓഫ് ദ പെന്ന് 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 10 ഇൻറ്റു 10 അപ്പൊ എത്ര കിട്ടി നമുക്ക്? v ഈസ് ഈക്വൽ ടു ജസ്റ്റ് 10 meter per second എന്ന് കിട്ടി. So you have to write 10 here. Okay, 10. Okay, that's all about this video. Thank you very much for watching the video.